കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുഷ് വിൽമോറും നിക്ഹ്വഗും അലക്സാണ്ടർ ഗോർബനോവും ഭൂമിയിലെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40-നാണ് ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഇറങ്ങിയത്. കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിൻ്റെ ബോട്ടാണ്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്കു ശേഷം പേടകത്തെ MV മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10-ന് പേടകത്തിൻ്റെ വാതിൽ തുറന്നു. 4:17-ന് പേടകത്തിന് അകത്തുനിന്ന് ആദ്യത്തെ അംഗം കമാൻഡർ നിക്ഹ്വഗ് പുറത്തിറങ്ങി. ഇയാൾ ചിരിയോടെ ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്തു. 4:25-ഓടെ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇവരെ പ്രത്യേക സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി. ഇവരെ നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോയത്. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൻ്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും 2024 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിനുള്ള മടക്കയാത്ര നടന്നില്ല. ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാകുന്നതുവരെ അവർക്ക് ISS-ൽ കഴിയേണ്ടി വന്നു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത്. സുനിതയെയും ബുച്ചിനെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെൻ്ററിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാതെ ഇത്രനാൾ കഴിഞ്ഞ രണ്ടുപേർക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും താദാത്മ്യം പ്രാപിക്കുവാനുള്ള സഹായങ്ങൾ നൽകും.